ഭക്ഷണത്തിന്റെ ദൂഷ്യങ്ങള് 2 പറഞ്ഞല്ലോ, ബാക്കി 3 കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ദൂഷ്യങ്ങളില്ല. എങ്കിലും ഓർമ്മയിൽ വരുമ്പോ ഈ നമ്മൾ ഓംലെറ്റ് ഒക്കെ ഓർഡർ ചെയ്യൂലേ, ഡബിൾ ഓംലെറ്റ് ഒക്കെ. അപ്പൊ ഈ AC റൂം ഞാൻ AC കൂട്ടിയിടും. അപ്പൊ അവനാണെങ്കിൽ AC ഇഷ്ടമല്ല, വിരുദ്ധമാണ്, ഓഫ് ചെയ്യാൻ പറയും. ആ കാലഘട്ടങ്ങളിലൊന്നും AC ഇല്ല. എന്റെ വീട്ടിലോ വാഹനത്തിലോ ഒന്നും AC ഇല്ലാത്ത സമയത്ത് നമ്മൾ AC കിട്ടിയേക്കണല്ല, ഫുള്ളായിട്ട് ഇടും. അപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓർഡർ ചെയ്ത് ഓംലെറ്റ് പുതച്ചുറങ്ങിണ്ടാവും. ഓംലെറ്റ് അന്വേഷിച്ചിട്ട് ബ്ലാങ്കറ്റ് പോലെ ഓംലെറ്റ് പുതച്ചിട്ട് തണുത്തിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ഓംലെറ്റ് വെച്ചിട്ട്. അതൊന്നും ഒരു ദൂഷ്യമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ അല്ല പിന്നെ ഫോൺ കാണൂല. ഫോൺ ആര് അത് ഈ അടുത്ത് തുടങ്ങി. അതായത് നോട്ടില്ലേ, സാംസങ് നോട്ട് വലിയതാണ്. അപ്പൊ ഉറങ്ങാൻ ഇടമൊന്നും കണ്ടില്ല. പുള്ളിക്ക് റെസ്റ്റ് എടുക്കണം. ഒരു പ്രാവശ്യം നോട്ടിന്റെ പുറത്ത് കയറി കിടക്കാൻ നോക്കിയത്, കട്ടില് പോലെ സുഖമായിട്ട് അതിൻ്റെ കയറി കിടക്കാം. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ തമാശ പ്രശ്നങ്ങളോ ദൂഷ്യങ്ങളോ മാത്രമേ ഉള്ളൂ. കുടുംബത്തിനും എനിക്കും ഒരു ദൂഷ്യം ചെയ്തിട്ടില്ല. ഇപ്പൊ കുട്ടിക്കോലം പറഞ്ഞ സിനിമ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ ചൂടായി, അതെന്തായിരുന്നു സംഭവം? അത് കുട്ടിങ്കോലും അവിടെ ഞാൻ 2 സീനിലുണ്ട്. അപ്പൊ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവന് വഴക്ക് പറയാൻ വേണ്ടി മാത്രം എന്നെ ഉൾപ്പെടുത്തിയേക്കണുണ്ട് സീനിൽ. അവിടെ ചൂടായ പുള്ളി ചെന്നപ്പോ തന്നെ എന്താ വൈകിയത് എന്നാണ് ചോദിച്ചു. കാലത്ത് അതെ അവൻ എഴുന്നേറ്റ് വന്ന 7 മണിക്ക് ഞാൻ എഴുന്നേപ്പിച്ചോണ്ടിരുന്നത്. ഇതിപ്പോ അന്ന് ഞാൻ ഇത്തിരി ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് എന്താ വൈകിയത്. അപ്പൊ എല്ലാരും കേട്ടോണ്ടിരിക്കണ്ട. ആ ഷോട്ട് റെഡിയാണ്, ഡയലോഗൊക്കെ പഠിച്ചോ. ഞാൻ പഠിച്ചു, റെഡി. അപ്പൊ ജനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്, ഫുൾ ജനങ്ങള്. അപ്പൊ അവിടെ മൊബൈലിൽ ഇങ്ങനെ എടുക്കും, എല്ലായിടത്തും അങ്ങനെയാണല്ലോ. മൊബൈലിൽ എടുത്തപ്പോ എല്ലാം അവിടുത്തെ തമിഴന്മാരാണ്, നല്ല തണ്ടുനടിയുള്ള ആൾക്കാർ. ഇവൻ ഒരു സ്പീക്കറിന്റെ മുകളിൽ നിന്നിട്ട് മൊബൈലിൽ എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും കേൾക്കുന്നില്ല, ഇനി ഞാൻ അവിടെ വന്ന് പിടിച്ച് മേടിക്കും എന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരി ഇവനെങ്ങനെ പിടിച്ചു മേടിക്കാൻ. ഇവൻ എന്ത് ഇത് ചെയ്താൽ സീരിയസ് ആണെങ്കിലും ഞാനത് ചിരിയിലൂടെ കാണാറുള്ളൂ. അങ്ങനെ പല സ്ഥലത്തും സവാരിഗിരി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടപ്പോ ഒരു മരിച്ച വീട്ടിൽ ചെന്നപ്പോ ഞങ്ങൾ 2 കൂടി ചെന്നു. അതോടെ അവൻ മരണ വീട്ടിൽ പോവാറില്ല. സവാരിഗിരി വന്നേക്കണ മോനെ, നീ എഴുന്നേക്കണമെന്നും പറഞ്ഞിട്ട് അതോടെ നമ്മള് അവൻ ഒരു മരണ വീട്ടിലും പോവാറില്ല. കാരണം ചിരിയുടെ ഭാഗമാണ്, ദുഃഖത്തിന്റെ ഭാഗമായിട്ടില്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിലും ഒരു ദുഃഖത്തിന്റെ ഭാഗമായിട്ടില്ല. ഞാൻ ഹൗസ്ഫുൾ എന്ന സിനിമയിലെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതില് 4 മക്കളുടെ പിതാവായിട്ടുള്ള എനിക്ക്. അപ്പൊ ഇവരെ കുളിപ്പിക്കല്, ബാത്റൂമിൽ കൊണ്ടുപോകൽ, അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ. വീട്ടിലിപ്പോ ഏതായാലും ഇതും ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഭാര്യ വന്നിട്ട് ചെവിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല എന്തെങ്കിലും വളരെ രഹസ്യമായിട്ട്. ഇപ്പൊ ഇവിടെ അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയാം, അതുകൊണ്ട് ചോദിക്കാം. ഇവിടെ അധികം ആളുകളെല്ലാം കോടി ജനങ്ങളല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു കഷ്ടപ്പാട് മനസ്സിലാക്കി തന്നായിരിക്കും ദൈവമായിട്ട്. കാരണം ഒരു കുഞ്ഞിനെ മേയ്ക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം. ഒരു പട്ടിക്കുഞ്ഞാണെങ്കിൽ പ്രശ്നമില്ല, തല്ലി പേടിപ്പിച്ചൊക്കെ പഠിപ്പിക്കാം. ഇത് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ മൂഡിനെ അവർ പറ്റുള്ളൂ. കാരണം അവർക്ക് ആ കാലത്ത് 10 മണിക്ക് കൊണ്ടൊന്നും മിഠായി കൊടുത്ത് ഷോട്ട് വെക്കാൻ പോകുമ്പോഴും കരച്ചിൽ തുടങ്ങും. നമ്മൾ തകർന്നു പോകും. കാരണം കാലത്ത് 10 മണിക്ക് തുടങ്ങിയിട്ട് 3 മണിക്കാണ് ഒരു പാട്ടിന്റെ ഒരു ഷോട്ട് എടുക്കാൻ പറ്റുന്നത്. കാരണം അത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതിന്റെയൊക്കെ ഒരു 4 കൂടി തന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എന്റെ അപ്പൂരിന് എന്ന് പറഞ്ഞാല് അത് ജീവിതത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാവുന്ന സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഭാര്യമാരും ഇത്രമാത്രം കഷ്ടപ്പെടും എന്നുള്ളൊരു നിമിഷം നമ്മൾ ചിന്തിച്ചു. അത് ഈ 4 പിള്ളേരുള്ള വീട്ടിൽ തന്നെ ചെന്നപ്പോ അതിനേലും വലിയ കോമഡിയാണ്. അവിടെയുള്ള അതിൽ നിന്നാണ് നമ്മൾ പല ഡയലോഗ് എടുത്തത് ഇതിന്റെ അകത്ത്. കാരണം ഈ പിള്ളേരെയൊക്കെ റെഡിയാക്കി, ഒരു കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. റെഡിയാക്കി എല്ലാം ഇൻസെർട്ടൊക്കെ ചെയ്ത് എല്ലാം നോക്കുമ്പോഴേക്കും ഒരു കൊച്ചു പറയും എനിക്ക് അപ്പിടണമെന്ന് പറയും. അപ്പൊ 4 പോകണം. ഓരോരുത്തർ തോന്നി എല്ലാവർക്കും തോന്നും. അതാണ് എന്റെ ഇതെന്ന് പറഞ്ഞാല്. പിന്നെ ആദ്യം മുതൽ തുടങ്ങണം റെഡിയാക്കൽ. പിന്നെ പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ കൊണ്ടേ കാണിക്കുവര് ഇത് അസുഖം തന്നെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ 4 പേരെ കൊണ്ടുവരണമെന്ന് പറയും. പിന്നെ 4 പേർക്ക് ഒരേ അസുഖമായിരിക്കും, എല്ലാവർക്കും ഒരുമിച്ച് വരും. അപ്പൊ 4 കൊണ്ടേ കാണിക്കും. അപ്പൊ ഒരു കുപ്പി മതി എന്ന് പറയുമ്പോൾ പിള്ളേര് സമ്മതിക്കില്ല, 4 കുപ്പി തന്നെ വേണം എല്ലാവർക്കും ഈ മരുന്ന്. അപ്പൊ ഇത്രയും മാത്രം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്, നാട്ടിൽ. ചേട്ടാ, ഞങ്ങൾ മഹാരാഷ്ട്രയിലെ കൂട്ടുകാരാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ചേട്ടന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം വരുന്നത് നടന്മാരെയൊക്കെ അനുകരിക്കുന്നത്. ഏതെങ്കിലും ഒരു സിനിമാ താരത്തിന്റെ ശബ്ദത്തിൽ ഞങ്ങൾക്കൊരു പാട്ടൊന്ന് പാടിത്തരുന്നു. പാട്ട് പാടിയാല് ഇനി പാടിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇല്ലാതായി തരും. സിനിമാ താരങ്ങളുടെ ഇപ്പൊ ഏറ്റവും പുതിയൊരു അനുകരണം കണ്ടത് വിശ്വരൂപം പ്രൊമോട്ട് ചെയ്യാമെന്ന കമലഹാസന്റെ ഒരു ശൈലിയാണ്. കമലഹാസന്റെ ഒരു സ്ഥിരം പാറ്റേൺ അല്ലായിരുന്നു. കാരണം സാധാരണ സിനിമയിൽ നോൺ ഇന്ത്യൻ യെസ് ഐ ആം സേനാപതി എന്നൊക്കെ പറഞ്ഞിരുന്ന ആള്
വിശ്വരൂപത്തിന് വന്നപ്പോ അദ്ദേഹത്തിനോട് ബോളിവുഡ് സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ ലൂയി ബിനോവൽ എന്ന് പറയുന്ന ആള് ഹോളിവുഡിലെ 19 സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ബോളിവുഡ് ഫിലിംസ് ആർ ബ്യൂട്ടിഫുള്ളി പെയിന്റഡ്, ഫൈനലി ക്രാഫ്റ്റഡ് മാസ്ക്സ്, ബട്ട് ഐ വാണ്ട് ടു സീ ഫേസസ്. ദാറ്റ് ഈസ് ഇൻ ദ സൗത്ത്. സൗത്തിലാണ് യഥാർത്ഥത്തിൽ നടന്മാരുള്ളത്. ദാറ്റ്സ് എ ഗുഡ് കോംപ്ലിമെന്റ് ഫോർ മമ്മൂട്ടി, മോഹൻലാൽ ആൻഡ് മീ ഓൾസോ. അങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ കരച്ചിലാണ്, വിശ്വരൂപം വിജയിപ്പിക്കാനുള്ള ഒരു കരച്ചിലാണ് നമ്മൾ അഭിനയ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി താങ്കൾ പക്രുവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അയ്യോ, ഈ പക്രുവിനെ വിട്ടുപോകൂലേ? അതെ അതെ അതെ. ഈ പ്രാവിനോട്ട് ചാണ്ടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഒരു പ്രാവിനോട്ടിട്ട് 2 കൊണ്ടുവരും. അതുപോലെ ഇവനെ വിട്ടിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ മത്സരങ്ങളുമില്ല, ഉപയോഗിക്കാനും പറ്റില്ല. കാരണം അവന് കിട്ടേണ്ട വേഷം ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പോലീസ് ഓഫീസറിന്റെ വേഷം എന്ന് പറഞ്ഞാൽ അവന് ചെയ്യാൻ പറ്റില്ല. അവനെ പോലെ ലോകത്തിൽ ഒരു പീസുള്ളൂ. അവന് കിട്ടേണ്ട അവസരം ഒന്നും പോവുകയില്ല. എന്നെ പോലെ 150 പേരുണ്ട്. അപ്പോ അവനെ ഉപയോഗിച്ചിട്ട് എനിക്കൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. കാരണം അവൻ ചെന്നിട്ട് പറയാണ് ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ പരസ്പര സഹായങ്ങൾ എവിടെയും ജീവിതത്തിലാണ്, അല്ലാണ്ട് സിനിമയിലല്ലാതെ ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങോട്ട്. ഇപ്പൊ രാത്രി നമ്മൾ യാത്ര പോകുമ്പോൾ ചിലപ്പോൾ പോലീസുകാർ കൈയാണിച്ച് കിട്ടും. ഒരുപാട് പ്രോഗ്രാംസിന് മുമ്പ് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ പോലീസുകാർ ആദ്യം എന്നെ കണ്ടിട്ട് ചിലപ്പോൾ മനസ്സിലാവില്ല, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. എന്താ പറയുമ്പോ ഞാൻ ടിനിട്ടോം പറയും. മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഇവൻ കിടന്ന് ഉറപ്പായിരിക്കും. അവനെ ഞാൻ പൊക്കിയെടുത്ത് ഇങ്ങനെ കാണിക്കും. മനസ്സിലായി, ഓ അല്ലെങ്കിൽ നാളെ ഇപ്പൊ ടി വിയിൽ ഇനി ഞങ്ങൾക്കിട്ട് പണി വരും പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിച്ചത്. ബട്ട് ഇനി പറഞ്ഞു കുറെ മിമിക്രി സംഭവങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കമലഹാസൻ ഇമിറ്റേറ്റ് ചെയ്തു. ശരിക്കും ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ പറയാതിരുന്ന വെച്ചൊന്ന് വേറെ ഒന്നും. നമ്മൾ ഒരു ആർട്ടിസ്റ്റിന് വന്നിരിക്കുമ്പോൾ അവര് എപ്പോഴും എന്താണെങ്കിലും അങ്ങനെ ഒരു മിസ്യൂസ് ചെയ്യേണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാതെ നമ്മളിലുള്ളൊരു കല അത് നമ്മൾ എപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ മരണം വരെയും സ്റ്റേജിൽ പോകണമെന്നുള്ള ആഗ്രഹം. എനിക്കിപ്പോ ബിഗ് സ്ക്രീനിലും നമ്മൾ ചെയ്യുന്ന ഹ്യൂമർ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ എക്സ്പീരിയൻസ് ആണ്. ജനങ്ങളെ പൾസ് അറിയാൻ പറ്റും. നമ്മൾ വളരെ താഴെയുള്ള ആൾക്കാർ മുതൽ വളരെ ഹൈ ലെവലിലുള്ളവരായിട്ട് പെരുമാറുള്ള ഭാഗ്യമുണ്ട് നമുക്ക്. ഒരു ഷോസ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പാർട്ടിയിൽ നമ്മൾ ചെല്ലുന്നത് ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്. നമ്മൾ ഷോ ചെയ്യുന്നത് വളരെ താഴെക്കിടലുള്ളവരായിരിക്കും. പക്ഷെ ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങളാണ്. ഇത്രയും ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് അവസാനം വരെ നമ്മൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ കമലഹാസൻ പോലും വേഷം മാറിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ചെല്ലുന്നതിന് ആ അനുഭവം കിട്ടാനാണ്. ഈ തിലകൻ ചേട്ടനും എന്റെ അടുത്ത് പറഞ്ഞത് അതാണ്, അനുഭവങ്ങളാണ് ഒരു അഭിനേതാവിന് ഉണ്ടാക്കുന്നത്. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ഞാൻ കേൾക്കരുത്, ടിനിട്ടോം ആലുവയിൽ കുറെ സ്ഥലം മേടിച്ചു. സ്ഥലത്തിന്റെ റിയൽ എസ്റ്റേറ്റുകാരനാവാനല്ല നിന്നെ ജനിപ്പിച്ചിരുന്നത്. ടിനിട്ടോം കുറെ സിനിമയിൽ നല്ല വേഷം ചെയ്തു എന്ന് അറിയപ്പെടുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് സന്തോഷം. അപ്പൊ ഒരു കലാകാരനായിട്ട് ജനിക്കുന്നത് അതിനുവേണ്ടിയാണ്. അപ്പൊ തിലകൻ ചേട്ടന്റെ ആ വാക്കുകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വേറെ ഇപ്പൊ മിമിക്രി വേദിയിൽ ചെയ്ത സമയത്ത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങളിൽ നിന്നാണ് ഇങ്ങനെ വന്നേക്കുന്നത്. പക്ഷെ അതിലേറ്റവും വേദനിപ്പിച്ചിരിക്കുന്ന അനുഭവം ഏതാണ്? പെട്ടെന്ന് ഓർക്കണം. വേദനിപ്പിച്ച അനുഭവം ചാൻസ് ചോദിച്ചപ്പോൾ തന്നെയാണ്. സിനിമയിൽ അനാവശ്യമായിട്ട് ഒരു പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് ഞാനൊരു സംവിധായകന്റെ മുമ്പിൽ ചെല്ലുകയും ആ സംവിധായകൻ സിനിമ ഇറങ്ങട്ടെ പോസ്റ്റ് ഒട്ടിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞതും ആണ് വേദന. പക്ഷെ അതൊന്നും എന്റെ കുറ്റം, ആ സംവിധായകന്റെ കുഴപ്പമല്ല. നമ്മൾ ഇതിലൂടെ കൂടെയൊക്കെ കടന്നു വരണം. അത് നമ്മളെ നമ്മളാക്കി മാറ്റുന്നതാണ്. അപ്പോഴേ നമുക്ക് ഇതിനുള്ളൊരു സ്വീറ്റ്നെസ് തോന്നിക്കുള്ളൂ, മധുരമായിട്ട് തോന്നിക്കുള്ളൂ. ഇത്രയും വേദനകളും കാര്യങ്ങളും കടന്നു വരുമ്പോഴാണ് ഇതിനൊരു വില കിട്ടുന്നത്. പിന്നീട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അങ്ങനെ ഓർമ്മയിൽ വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റേജിൽ പണ്ട് ഷോയ്ക്ക് പോയപ്പോ അങ്ങനെ സ്റ്റേജിൽ വേദനകളാണ്, ചിരിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. ഒരു പ്രാവശ്യം പാലയുള്ളവരെ ചിരിപ്പിക്കാൻ വലിയ പണിയാണ്. അവര് മുളകടിച്ച് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാനും ഷൈജോയും അടിമാലി എന്ന് പറഞ്ഞു, ഞങ്ങളൊരു മൃഗങ്ങളിൽ നിന്നും ഈ നടന്മാരിലേക്കുള്ളൊരു മാറ്റം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ലാലു അർജുന്റെ ഒരു സാധനമാണ് പേഴ്സണലായിട്ട് പറയുക, തവളയുടെ സൗണ്ടാണ്. അപ്പൊ കുറെ നേരമായിട്ടും അപ്പൊ അതൊക്കെ കൈയടി വരേണ്ട സമയമായിട്ടും നടക്കണില്ല, ആരും കൈയടിക്കണില്ല. ഒരാള് ഫ്രണ്ടിൽ നിന്ന് പറയണം ചിരിക്കുന്നാണ് ഇവന്റെ ഒക്കെ വിചാരം. ഞാൻ പിന്നെ അതുപോലെ മോഹൻലാൽ സ്ഫടികം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്ലാസ് വെച്ചിട്ട് ഞാൻ തിരിഞ്ഞിങ്ങനെ വരാണ്. അപ്പൊ കലാഭവൻ മണി ഉണ്ട് കേട്ടോ സ്റ്റേജിൽ. അപ്പൊ
ഭയങ്കര കൈയടി. ആ സ്പടിക ഇറങ്ങിയ ടൈമാണ്. മടക്കി അപ്പൊ വന്നിട്ട് ഞാൻ ഇതാണ് പറയേണ്ടത്. എന്റെ കാല് ക്ഷീണിച്ചു. ഞാൻ ശരിക്കും ക്ഷീണിച്ച ആളായിരുന്നല്ലോ. അപ്പൊ കാല് ക്ഷീണിച്ചായിരുന്നിരുന്നത്. അപ്പൊ തിരിഞ്ഞിങ്ങനെ വന്ന് ഇങ്ങനെ കുത്തി ഇങ്ങനെ നിന്നപ്പോ ഒരാൾ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു, ഇതെന്താടാ പോളിയോ വന്ന മോഹൻലാലാണെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര കരഞ്ഞു പോയ കാര്യമാണ്, വേദനിപ്പിക്കുന്നത്. പക്ഷെ ചിരിയാണ് എനിക്ക് വന്നത്. അപ്പൊ മണി പറഞ്ഞു, എന്താ നിങ്ങൾക്ക് നല്ല കൈഡിട്ട് എന്താ പിന്നെന്താ ഇങ്ങനെ പോകിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റില്ല, ഡയലോഗ് പറയാൻ പറ്റണല്ലോ. അതുപോലുള്ള നമ്മൾ വേദനിപ്പിക്കുന്നതാണെങ്കിലും ചിരി ഉണർത്തുന്ന ഓർമ്മകളാണ് അതൊക്കെ.